ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺസി ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് പുതിയൊരു എയർ ഡ്രോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ് ഫ്ലോ ലാബ്സ് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AI ഏജന്റിക് വർക്ക് ഫ്ലോ നെറ്റ്വർക്ക് ആണ്. ഓൾറെഡി 1.5 മില്യൺ ഫണ്ടിങ് ഇവർ റേസ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എയർ ഡ്രോപ്പിന്റെ സൈറ്റിലേക്ക് കയറുക. ദെൻ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ സൈൻ അപ്പ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് വാലറ്റ് എന്ന ഓപ്ഷൻ കൊടുത്ത് മെറ്റാമാസ്ക് കൊടുത്ത് വാലറ്റ് കണക്ട് ചെയ്യുക. മെറ്റാമാസ്ക് വാലറ്റ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിവാർഡ്സ് എടുക്കുക. അവിടെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യണം. അതേപോലെ താഴോട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യണം. ക്രിയേറ്റ് എ വർക്ക്ഷീറ്റ്, ക്രിയേറ്റ് എ പ്രോജക്റ്റ്, ഇങ്ങനെ എല്ലാം ചെയ്യണം. സോ ആദ്യം ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അതേപോലെ ഇത് ഷെയർ ഓൺ എക്സ്, ഒരു ട്വിറ്ററിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യണം. സോ അത് കൊടുക്കുക. ഇനി നമുക്കിവിടെ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് എ വർക്ക് സ്പേസ് കൊടുക്കുക. ഇവിടെ നമ്മുടെ മെയിൽ അഡ്രസ്സ്, മെയിൽ ID കൊടുക്കുക. കണ്ടിന്യൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു കോഡ് വരും മെയിലിൽ. ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് എ ന്യൂ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇനി ഇവിടെ വർക്ക് സ്പേസിന് ഒരു നെയിം ആവശ്യമാണ്, ഡിസ്ക്രിപ്ഷൻ ആവശ്യമാണ്. സോ ഇത് രണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ ഓപ്ഷനിലാണ്. ഓക്കെ, ഞാനിവിടെ വർക്ക് സ്പേസിൻ്റെ അവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തേക്കുന്നത് ഫൺസി. അതേപോലെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ വർക്ക് വിത്ത് അസ് ഏൺ ടുഗദർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. അങ്ങനെ ക്രിയേറ്റ് വർക്ക് സ്പേസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് എ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ഏരിയയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് റൺ ചെയ്യണം. സോ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്ത് നമ്മൾ ഓരോ വട്ടം റൺ ചെയ്യണം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3 പ്രോജക്റ്റ് ക്രിയേറ്റ് ആവും. അപ്പോൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോയിന്റ്സും ഏൺ ആവും. സോ ഞാൻ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് റൺ ചെയ്തു. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുവാണ്, റൺ ചെയ്യുന്നു. ജസ്റ്റ് റൺ ചെയ്തിട്ട് ബാക്ക് അടിച്ചിറങ്ങിയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ എ പ്രൊജക്റ്റ് ആണ്. ജോയിൻ എ പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ ഒരു പ്രൊജക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ കയറി ജോയിൻ ചെയ്തിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു ലിങ്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, അവിടെ അക്സെപ്റ്റ് കൊടുക്കുക. ദെൻ ജോയിൻ ചെയ്യുക. അടുത്തതായിട്ട് ഷെയർ എ പ്രൊജക്റ്റ് ആണ്. ഷെയർ എ പ്രോജക്റ്റ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റും ഷെയർ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഷെയർ എടുക്കുക. ദെൻ പ്രോജക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നിങ്ങൾ ഇത് അയച്ചു കൊടുത്തിട്ട് അവരോട് ആ ഒരു പ്രോജക്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇനി അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ലിങ്ക് കൊടുത്തിരുന്നാലും മതി. അപ്പോൾ വീഡിയോ കാണുന്നവരാരെങ്കിലും കയറിക്കോളും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ എയർ ഡ്രോപ്പ് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ഗൈസ്.